അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറ. സ്വാഗതം. അപ്പോൾ 2025 ആദ്യത്തെ വീഡിയോ ആണ് ലഭിച്ച. അതെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾക്ക് രണ്ടുപേർക്കും കുറേ പേര് മെസ്സേജ് അയച്ചു, നിങ്ങളെന്താ വീഡിയോസ് ചെയ്യാത്ത, ലാസ്റ്റ് വീഡിയോ തലശ്ശേരി പോയ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എന്താ വീഡിയോ ചെയ്യാത്ത, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചു. ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നില്ല. അതെ. ഒരു കണക്കിന് നോക്കിയാൽ നമുക്കിപ്പോൾ എല്ലാവരും നമുക്കൊരു ബുദ്ധിമുട്ട്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അന്വേഷിക്കും, നമ്മുടെ ഫാമിലി നമ്മളെ അന്വേഷിക്കും, നമ്മുടെ അയൽക്കാർ നമ്മളെ അന്വേഷിക്കും. പക്ഷെ നമുക്കൊരു പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ എന്ത് പറ്റിയെന്ന് അതെന്താ അങ്ങനെ തോന്നിയെന്ന് ഞങ്ങളും ആലോചിച്ചു. നമ്മളങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് അത്രയ്ക്കൊക്കെ? സത്യം പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ ചോദിച്ചാൽ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അതെ, പക്ഷെ എന്തായാലും കുറെ ആളുകൾ എന്റെ പുതിയ വീഡിയോ ഒന്നും ഇടാത്ത, നിങ്ങൾ ഒരു സ്റ്റോറി ഒന്നും കാണാനില്ലല്ലോ, അപ്പൊ കുറച്ച് ദിവസമായിട്ട് അനക്കൊന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിയില്ല. അതെ. അപ്പൊ അത് ഒരു എന്താ പറയാ, ഒരു ദൈവാനുഗ്രഹം കൂടിയാണ്. ഇത്ര ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റി ഓർത്തത് തന്നെ വലിയൊരു കാര്യമാണ് പുതിയൊരു വർഷത്തില്. അപ്പൊ എന്തായാലും എന്താ പറ്റിയെന്ന് ത്രേസ്യാമ്മ പറ. ആദ്യമേ തന്നെ 2025 എല്ലാവിധ ആശംസകളും. ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ, ഞങ്ങൾ വിഷ് ചെയ്തവർക്കൊക്കെ ഹാപ്പി ന്യൂ ഇയർ ആണ് ഞങ്ങൾക്ക് ഒഴിച്ച്. ഞങ്ങൾക്ക് അത്ര ഹാപ്പി ആയിരുന്നില്ല 2025 ഈ ഒരു ദിവസം വരെ. പക്ഷെ ഇപ്പൊ നമ്മൾ ബെറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഏകദേശം ഓക്കെയാണ്. അപ്പൊ നമ്മുടെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന്റെ വീഡിയോ കുറച്ചെടുത്തു, ന്യൂ ഇയറിന്റെ വീഡിയോ കുറച്ചെടുത്തു. അതൊക്കെ ഒരു വ്ളോഗായിട്ട് ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എടുത്തത്. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും കൂടി ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാന്ന് ഓർത്തു. പക്ഷേ ന്യൂ ഇയറിന്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ആ ഒരു ജാനുവരി 1 മുതൽ 7 വരെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പറയാം. അപ്പൊ അതിനു മുമ്പ്, ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞു ക്രിസ്മസിന്റെ വീഡിയോ നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ക്രിസ്മസിന് എല്ലാ തവണയും വീടുകളിലൊക്കെ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ലീച്ചിന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് പോവാറ്. പക്ഷെ ഇത്തവണ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആഘോഷിച്ചത്. കാരണം ലീച്ചിന് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല. എൻ്റെ അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ അമ്മ എൻ്റെ കൂട്ടിന് വന്നു. അപ്പൊ ലീച്ചിന് അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിന് പോയി. അപ്പോൾ നമ്മൾ പാതിര കുർബാനയ്ക്ക് പോയി. കുട്ടികളായിട്ട് പാതിര കുർബാനയ്ക്ക് പോയതിൻ്റെ വിശേഷം നമ്മൾ നോമ്പ് മുറിച്ചു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, തലശ്ശേരിയിൽ ദം ബിരിയാണി കഴിച്ചപ്പോൾ നോമ്പൊന്നും ഇല്ലേന്ന് ചോദിച്ചിരുന്നു. എനിക്ക് ആക്ച്വലി നോമ്പുണ്ടായിരുന്നു. അത് നമ്മൾ നവംബറിൽ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പം എനിക്ക് നോമ്പുണ്ടായിരുന്നു 25 ദിവസം. അപ്പോൾ ആ നോമ്പൊക്കെ വീടി അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഡേറ്റ് മെൻഷൻ ചെയ്തു. കാരണം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് നോമ്പുണ്ടായില്ല. കാരണം നമ്മൾ ചില സമയത്ത് ഈ പുറത്തൊക്കെ ഷോസിനൊക്കെ പോണ സമയത്ത് നോമ്പെടുത്ത് പൊതുവേ ഞാൻ നോമ്പ് നോക്കിയാലും ഞാൻ അറിയാതെ, എന്ന് വെച്ചാൽ മനഃപൂർവ്വം അത് മുറിച്ചേളനല്ല, പക്ഷെ എന്നാലും അറിയാതെ എന്തെങ്കിലുമൊക്കെ തിന്നത് പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷം പക്ഷെ ഞാൻ എടുത്തില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞിരിക്കുകയായിരുന്നു. അതെ. അപ്പോൾ ആ കൂടെ തന്നെ വീണ്ടും നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വെയിറ്റ് കുറയുമോ, പിന്നെ ഒന്നാമത് എനിക്ക് പുറത്ത് ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. ത്രേസ്യാമ്മൻ്റെ പുറകെ നടക്കാറുണ്ട് പതിവ്, എന്തെങ്കിലും കഴിക്കും മനുഷ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒരു വെജ് തന്നെ വേണമെന്ന് പറഞ്ഞാലും ഗൾഫിലൊക്കെ പോയി കിട്ടും. എന്നാൽ പോലും ചില സാഹചര്യങ്ങൾ നമുക്ക് മാത്രമായിട്ട് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്റെ നോമ്പ് വേണ്ടാന്ന് വെച്ചാൽ എനിക്കും കൂടെ വേണ്ടി ത്രേസ്യാമ്മ നോമ്പ് നോക്കി. ഞാൻ 25 ദിവസം നോമ്പൊക്കെ എടുത്തു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ പാതിരാ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. നമ്മൾ ഈ ഒരു ഇൻട്രോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതെ. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാതിരാ കുർബാനയ്ക്ക് പോകുന്നതിനേക്കാൾ ഇഷ്ടം രാവിലത്തെ കുർബാനയ്ക്ക് പോകാനായിരുന്നു. പക്ഷെ ത്രേസ്യാമ്മ 25 ദിവസം കൃത്യമായിട്ട് നോമ്പ് നോക്കിയിട്ടാണ് ഇവിടെ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാര്യം പറയാനുണ്ട്. തലശ്ശേരിയുടെ വ്ളോഗ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു, അപ്പോൾ നിനക്ക് നൊയമ്പില്ലേന്ന് ചോദിച്ചായിരുന്നു. ആക്ച്വലി തലശ്ശേരിയുടെ വീഡിയോ നമ്മൾ എടുത്തത് 27 നവംബറിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. നവംബർ 27 എടുത്ത വ്ളോഗാണ് ഈ കഴിഞ്ഞ ദിവസം ഇട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പാതിരാ കുർബാനയ്ക്ക് പോകാം. അതിനുശേഷം ഞങ്ങളിവിടെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കേക്കൊക്കെ മുറിക്കണം. കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ ആരും ഹെൽപ്പ് ഒന്നുമില്ല, അമ്മ വീട്ടിൽ പോയി വെക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പള്ളിയിലെ കാഴ്ചകളും പിന്നെ തിരിച്ചു വന്ന് നമ്മുടെ നോമ്പ് വിടുന്നതൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് പള്ളിയിൽ പോയി ആദ്യം കുർബാന കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ.
നമ്മളെല്ലാവരും ഇളനീർ ജ്യൂസ് ഷേക്കിൻ്റെ ഒക്കെ ഫാൻസാണ്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ സ്ഥലമാണിത്. ഒരു ഇളനീർ ജ്യൂസ് കുടിച്ചാലോ? കുടിക്കാം. നമ്മൾ പൂക്കാട്ടുപടിയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫുഡ് ഹബ്ബ് പോലത്തെ സ്ഥലമൊക്കെ കാണാം. അപ്പോൾ അവിടെയുള്ളൊരു സ്ഥലമാണിത്. നല്ല രസമാണ് ഇവിടുന്ന് ഇളനീർ ജ്യൂസും ഷേക്കൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വല്ലാർപാടം പള്ളിയിൽ എത്തിയിരിക്കുകയാണ് പാതിര കുർബാന കാണാനായിട്ട്. നമുക്കെന്തായാലും ഈ വർഷത്തെ പാതിര കുർബാന ഇവിടുന്ന് കാണാം. ഹാപ്പി ക്രിസ്മസ്. എന്തിനൊരു ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമാതിരി എല്ലാ പള്ളികളിലും പോയി. അങ്ങനെ ഞങ്ങൾ സ്ഥിരം എല്ലാ വർഷവും വരുന്നൊരു പള്ളിയാണ് നമ്മുടെ ഹൈക്കോർട്ടിന് തൊട്ടടുത്തുള്ള ഉണ്ണീശോയുടെ പള്ളി. ഇവിടെ നിന്ന് നമുക്ക് കുർബാന കാണാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പക്ഷേ ഇവിടെ നല്ല രസമാണ് എല്ലാ വർഷവും ഇവരുടെ എന്താ പറയുക ഡെക്കറേഷൻസും പരിപാടികളൊക്കെ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പള്ളികളോട് കവർ ചെയ്തിട്ട് എടപ്പള്ളി പള്ളിയിലേക്ക് പോയി. എടപ്പള്ളി പള്ളി ഈ വർഷം ഒരു രക്ഷയുണ്ടായില്ല. നല്ല ഭംഗിയായിട്ട് അവരത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലൈറ്റ്സൊക്കെ ഇട്ട്, അതുപോലെ കുറേ എനിക്ക് തോന്നുന്നു അവിടെ പുൽക്കൂടിൻ്റെ എല്ലാ വാർഡുകൾ തിരിച്ചിട്ടുള്ള പുൽക്കൂടിൻ്റെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റി. കാരണം എല്ലാവരും ഈ വർഷത്തെ കൊച്ചിക്കാരെല്ലാവരും, അല്ലെങ്കിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്നവർ, കൊച്ചി ഭാഗത്ത് താമസിക്കുന്ന ആളുകളെല്ലാവരും എനിക്ക് തോന്നുന്നു ആ ഒരു 24-ാം തീയതി രാത്രിയിൽ എടപ്പള്ളി പള്ളിയിലൊന്ന് വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ത്രേസ്യാമ്മ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് വന്ന് കിടന്ന് ഉറങ്ങാനുള്ളൊരു മൂഡായിരുന്നു. പക്ഷേ ത്രേസ്യാമ്മയ്ക്ക് ഒരു ശീലമാണ് പാതിര കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ചുട്ട് ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ഒരപ്പമാണെങ്കിലും അത് കഴിച്ച് നോമ്പ് മുറിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ത്രേസ്യാമ്മ അപ്പം ഉണ്ടാക്കി. നല്ല സൂപ്പർ അപ്പമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഒരു എന്താ പറയുക ക്രിസ്മസ് അർദ്ധരാത്രിയിലുള്ള ചെറിയ സെലിബ്രേഷൻ്റെ ഭക്ഷണ സാധനങ്ങൾ. കപ്പുണ്ടോ? 1 2 4 1 2 3 4 1 2 3 കപ്പുണ്ട്. ആണോ? ജോണു ആർക്കും കൊടുക്കാതെ കൈയടക്കി വെച്ചിരുന്ന അവൻ്റെ കുഞ്ഞു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സീറ്റ് അങ്ങനെ ഹൗസു കൈക്കലാക്കിയിരിക്കുകയാണ്. ജോണുവിനാണെങ്കിൽ ചെറുക്കനെ മാറ്റിയിരുത്താനും പറ്റുന്നില്ല. എന്തായാലും ഹൗസു ആ ഫ്രണ്ടിലത്തെ സീറ്റ് കൈയടക്കി. എല്ലാരും കുളിപ്പിക്കട്ടെ. അതെങ്ങോട്ടാ പോയേ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. അതെങ്ങോട്ടാ പോയേ? ഈശ്വരേ. നമുക്ക് ആദ്യം ഇത് ആൽക്കഹോളിക് വൈൻ അല്ല, ഇത് എഴുതി വെച്ചിട്ടുണ്ട് നോൺ ആൽക്കഹോളിക്, ആൽക്കഹോൾ ഫ്രീ ആയിട്ട് ആൽക്കഹോൾ അല്ല, നോൺ ആൽക്കഹോളിക് കാർബണേറ്റഡ് റെഡ് ഗ്രേപ്പ് ജ്യൂസ് ബീവറേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആർക്ക് കൊടുക്കണം? ജോണസിന് കൊടുത്താൽ ആദ്യം. ഓക്കെ, ആദ്യം നമുക്ക് ജോണസിന് ഒരു ഇച്ചിരി കൊടുക്കാം. ഓക്കെ, ജോണസിന് എവിടെ നിന്നാണ് കിട്ടിയേ കേക്ക്? ജോണിന് കേക്ക് ആരും ക്രിസ്മസ് അപ്പൂപ്പം കൊണ്ടുതന്നാണോ? സാന്റയുടെ ഗിഫ്റ്റ് ആണോ? അത് ഗിഫ്റ്റാ. ആ ഗിഫ്റ്റ് പാപ്പൻ കൊണ്ടു തന്നോ? മുകളിലിരിക്കണ ഈശോ പാപ്പൻ കൊണ്ടുതന്ന് കപ്പ് ഗിഫ്റ്റ് തന്നു. കൊള്ളാട്ടാ. ഞങ്ങൾ ത്രേസ്യാമതേ നോമ്പ് മുറിക്കാൻ പോവാണ്. അതെ, അത് ചിക്കനൊന്നും വെച്ചല്ല, ബീഫ് വെച്ചാണ് നോമ്പ് മുറിക്കുന്നത്. ചിക്കൻ രാത്രി മീൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എന്ത് പറ്റി? നിനക്ക് ബീഫ് തരാനായില്ലല്ലോ കുഞ്ഞപ്പ. ഇച്ചിരി കൊടുക്കണോ? ഇച്ചിരി അമ്മ കൊടുക്കാട്ടോ. ജോണൂസിന് ഇനി അപ്പ ജോണൂസിന് തരും.
ആ യമ്മിയാ കഴിച്ചു. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ കുർബാന കാണാനായിട്ട് ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബ്ലോക്ക് ആയിരുന്നു. കുട്ടികളായിട്ട് പോണല്ലേ, പിന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ നേരെ വല്ലാർപാടം പള്ളിയിൽ പോയി. വല്ലാർപാടം പള്ളിയിൽ പോയി ഞങ്ങൾ കുർബാന കണ്ടു. കുർബാന കണ്ടിട്ട് ഇച്ചിരി കൊടുക്കാട്ടാ. അപ്പം ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്കുള്ള സകല പള്ളികളിലും കയറി, എല്ലാ പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുത്തെ പുൽക്കൂടുകളും ചില പള്ളികളിൽ നല്ല മറ്റേ കരോൾഗാന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ട് കുറച്ചേരൊക്കെ കണ്ടു. ജോണുനും ഹൗസിനും ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ ലൈറ്റ്സും. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു സീസണിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും. അതൊരു സന്തോഷത്തോടെ പറയും. ഒരു തവണയെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ലോകത്തെല്ലായിടത്തും. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് എല്ലാവർക്കും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും. പിന്നെ നമ്മളിപ്പോ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ ഏറ്റവും മനോഹര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ആണ്. പിന്നെ ക്രിസ്മസ് ഒരു രാത്രിയുടെ ആഘോഷം കൂടെയാണ്. അതായത് നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ എടപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയായിരുന്നു എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് പള്ളികളിൽ വരുന്നു. പള്ളികളിൽ നിന്ന് മാത്രമല്ല സന്തോഷായി. ഈശോപ്പാപ്പ പോയപ്പോ നിനക്ക് സന്തോഷായോ? ഈശോപ്പാപ്പനെ കാണാൻ പോയപ്പോ ജോണുവിന് സന്തോഷായി എന്നാണ് അവൻ പറയുന്നത്. സന്തോഷായോ കുഞ്ഞുന്? നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സീസണാണ്. പിന്നെ തീർച്ചയായിട്ടും ക്ലൈമറ്റ് ആണെങ്കിലും നല്ല ഒരു വർഷം മുഴുവൻ ചൂടും മഴയൊക്കെ ആയിട്ട് അവസാനം കുറച്ച് നമുക്ക് സന്തോഷമായിട്ടിരിക്കും. ചെറിയൊരു തണുപ്പും ഒക്കെ നമുക്ക് ഇവിടെ ലോകത്ത് പല ഭാഗത്തും ഭയങ്കര തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ കുടിച്ചോട്ടാ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ഇതൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര ടയർഡായി വന്നപ്പോ ശരിക്കും ടയർഡായി പോയി. തീർച്ചയായിട്ടും എനിക്കാണ് ഇന്ന് ഒരു വൈകിട്ട് ഒരു ഷോ ഉണ്ട് സെന്റ് ആൽബർട്ട് സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നോടെ കിടന്ന് ഉറങ്ങണം. ഞങ്ങളിപ്പോ നോമ്പ് ത്രേസ്യാമിക്ക് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് തന്നെ. ഞാൻ ലീച്ച വന്നിട്ടേ മുറിക്കൂന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് വന്നു. അതെ. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷം. ത്രേസ്യാമ ഉണ്ടാക്കിയ അപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. എല്ലാവരും അവരുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയ സമയത്താണ് ഞങ്ങൾ ഈ പൂത്തിരി കമ്പിത്തിരിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും വാങ്ങിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ അന്ന് രാത്രി കത്തിച്ച് തീർത്തു. ജോണൂസിന് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് അവന് ആ പരിസരത്തേക്ക് പോലും വന്നില്ല. അപ്പോൾ വേണ്ട എന്ന് ദൂരെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ പുൽക്കൂടുണ്ടാക്കുകയും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ വർഷം കുറച്ച് കുറവാണ്. സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റായിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് ഈ വർഷം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ലൈറ്റ്സ് ആണല്ലോ ഈ വർഷം കുറവാണ്. എന്നാലും ഉള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ ലൈറ്റ്സൊക്കെ ഇട്ട് ഞങ്ങളുടെ ഈ വില്ലയിലുള്ള എല്ലാ ആളുകളും നന്നായിട്ട് ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് ഈ വർഷത്തെ ക്രിസ്മസിനെ വെൽക്കം ചെയ്തത്. അപ്പൊ അതൊക്കെയായിരുന്നു ക്രിസ്മസിന് സംഭവിച്ചത്. പിന്നെ അതിനുശേഷം സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചു. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് ലിവിച്ചം പ്രോഗ്രാമിന് പോയി. പിന്നെ അതങ്ങനെ അമ്മ വന്നു. ഞങ്ങൾ അങ്ങനെ ഒരു നമ്മുടെ ബാൻഡിന്റെ ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ സെന്റ് ആൽബർട്ട് സ്കൂളിൽ, സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ ഓപ്പോസിറ്റുള്ള സെന്റ് ആൽബർട്ട് സ്കൂളിൽ നമ്മുടെ ബാൻഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല. അവളെ പറഞ്ഞ പോലെ അന്ന് അമ്മയും ജോണുവിനെ ഹൗസിനൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ കൂടുന്നൊരു സ്ഥലവും ഒക്കെയാണ്. അപ്പം എടാ ഒരു വീഡിയോ എടുക്കാൻ നീ ഞങ്ങളെ സമ്മതിക്കുമോ? ചെറുക്കന്റെ കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അയ്യോ ജോണസ് മറിച്ചിടല്ലേ. അവിടെ അടങ്ങിരി കുഞ്ഞു വാ അപ്പടെ മടിയിരുന്നോ. അപ്പൊ നമുക്കൊരു ഗസ്റ്റും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഗസ്റ്റ് ഒന്നുമല്ല, ഗോസ്റ്റ്, ലിറ്റിൽ ഗോസ്റ്റ്. ഹൗസ് 4 കാലിൽ ഇഴയുന്ന കാരണം ജോൺ ഇപ്പൊ പുറകിരിക്കാ പോണേ 4 കാലില് ചില സമയത്ത്. അതെ. അപ്പൊ നമ്മുടെ കൂടെ അതേ ജോണുകുട്ടനും കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളൊരു ബിരിയാണി ഒക്കെ കഴിച്ചു. അതെ. അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങള് നല്ല കുറച്ചും കൂടെ വിഭവസമൃദ്ധമായിട്ട് കുറച്ചുകൂടെ ഉണ്ടാക്കി കഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. കാരണം അന്ന് ഫുള്ള് തിരക്കായിരുന്നു.
എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ബാൻഡിന്റെ സൗണ്ട് ചെക്ക് ഉണ്ടായിരുന്നു. അതെ, സെന്റ് ആൽബർട്ട്സ് സ്കൂളിലായിരുന്നു നമ്മുടെ ബാൻഡിന്റെ ഷോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പോയി സൗണ്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പരിപാടിയും കഴിഞ്ഞു പോകും. അതുകൊണ്ട് നേരത്തെ പോയി. എന്നിട്ട് പോലും കുറച്ച് ലേറ്റ് ആയി അവിടെ സൗണ്ട് ചെക്ക് ഒക്കെ ചെയ്യാനായിട്ട്. എന്തായാലും നല്ല പരിപാടിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഉച്ചവരക്കുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓർത്തു ക്രിസ്മസിന്റെ അത്രയും വീഡിയോയും പ്ലസ് ന്യൂ ഇയറിന് നമ്മുടെ സെലിബ്രേഷനൊക്കെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു വീഡിയോ ഇറക്കണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ക്രിസ്മസിന്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് 31st സാധാരണ കഴിഞ്ഞ വർഷമൊന്നും ഞാൻ പരിപാടിയൊന്നും എടുത്തില്ല. കാരണം 31-ാം തീയതി ന്യൂ ഇയർ ആകുമ്പോൾ നമുക്ക് ഫാമിലിയുടെ ഒപ്പം വരുന്നൊരു എന്താ പറയാ, കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പുറത്തൊക്കെ ഒന്ന് പോയി രാത്രിയിലെ പള്ളിയിലൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ തവണ നമുക്ക് ഓൺ ബാൻഡിന്റെ ഷോ വന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു വെന്യൂ കൂടെ ആയിരുന്നു. ബോൾഗാട്ടി പാലസിലായിരുന്നു എറണാകുളത്ത്. അപ്പോൾ നല്ലൊരു പരിപാടിയും കൂടെ ആയതുകൊണ്ട് നിയോൺ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ നല്ല പരിപാടി ആയതുകൊണ്ടും നല്ല വെന്യൂ ആയതുകൊണ്ടും നമ്മളത് എടുത്തു. അപ്പോൾ എന്തായാലും അതുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ക്രിസ്മസിന്റെ ദിവസവും ന്യൂ ഇയറിന്റെ ദിവസവും ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ത്രേസ്യാമ്മ എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്തു. ക്രിസ്മസിനേക്കാളും ന്യൂ ഇയറിന്റെ രാത്രി ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിന് ന്യൂ ഇയറിന്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ന്യൂ ഇയർ പാർട്ടി പോണത്. അപ്പൊ ഞാൻ പോയപ്പോ നമ്മുടെ ബാൻഡിലുള്ള കുട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ജോണും ഉണ്ടായിരുന്നു, ബെൻഹറിന്റെ വൈഫുണ്ട്, ബെന്നിന്റെ വൈഫും ഞാനും, ഡ്രമ്മറിന്റെ വൈഫ് ഉണ്ടായിരുന്നു, അവള് ശ്വേത ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കസിൻ ഉണ്ടായിരുന്നു, പിന്നെ ജോണും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഇവര് പ്രോഗ്രാമിലാണെങ്കിലും ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്ത് നടന്നു. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ 31st ഞങ്ങള് കറക്റ്റ് 12 o'clock തന്നെ ഞങ്ങൾ അതിന്റെ ചെറിയ ഷോർട്ട് ഹൗസിനെ കൊണ്ടുപോയില്ല. ഹൗസിന് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അവന് ഓൾറെഡി ചെറിയൊരു ചുമ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ഞങ്ങൾ ഓർത്തു 25th നമ്മള് രാത്രി പാതിര കുർബാനയ്ക്കൊക്കെ പോയപ്പോ മഞ്ഞ് കൊണ്ടതിന്റെ ക്ഷീണമായിരിക്കും എന്ന് ഓർത്ത് നമ്മള് ചുമയുടെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഔസൂനെയും അമ്മേനെയും വീട്ടിലിരുത്തി ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോയി. 12 മണിക്ക് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അവിടെയുള്ള സകലരെയും കണ്ടവരോടൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ബാൻഡിന്റെ ഷോ, ക്രിസ്മസിന്റെ ഷോ ഞാൻ കണ്ടില്ല, ഞാൻ വീഡിയോ കണ്ടുള്ളൂ. പക്ഷെ 31st ഷോ ഒരു രക്ഷയുണ്ടായില്ല. ഞാൻ ഡയറക്റ്റ് കണ്ടു. എല്ലാവരും അവിടെ നിൽക്കുന്ന പ്രായമായവരും കുഞ്ഞു പിള്ളേരും എല്ലാവരും തുള്ളിക്കളിച്ച് ആർമാദിച്ച് ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഔസു ചെറിയൊരു ക്ഷീണമായിട്ടിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ ന്യൂ ഇയറിന്റെ പ്രോഗ്രാമിന്റെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള വീഡിയോസ് നമുക്കൊന്ന് കാണാം. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ന്യൂ ഇയറിന്റെ വിശേഷങ്ങളൊക്കെ. അടിച്ചു പൊളിച്ചു സത്യം പറഞ്ഞ. അതെ, ന്യൂ ഇയർ അടിച്ച് പൊളിച്ചു. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി മറക്കാൻ പറ്റാത്തൊരു രാത്രി തന്നെയായിരുന്നു അല്ലേ. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിട്ട് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് തകർത്ത് നമ്മള് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അതെ ഭയങ്കര രസമായിട്ട് അന്നത്തെ ഒരു രാത്രി നമ്മൾ കടന്നുപോയി. അത് കഴിഞ്ഞ് നമുക്ക് കുറെ ബ്ലോക്ക് കിട്ടി, കുറെ സമയം അങ്ങനെ പോയി. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ രാവിലെ എഴുന്നേറ്റതോടെ ഫുൾ ട്വിസ്റ്റ് നേരെ അങ്ങ് തിരിഞ്ഞു പോയി. നമ്മൾ ഈ 4 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും മാനസികവും ശാരീരികമായിട്ട് ഒരുപോലെ താഴെ പോയ ദിവസങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങൾ കുറച്ച് അനുഭവിച്ചു. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഔസു ഉറങ്ങിയിട്ടുണ്ടായില്ല. ഔസുവിന് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി. ചുമയൊന്നുമല്ല, അവന് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, നമ്മളെ കാണാതെ വിഷമിച്ച് കരങ്ങേൻ്റെ ഒക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. അപ്പൊ ഔസുവിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഔസു ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടായി. അപ്പൊ ഞാനും ഉറങ്ങുന്നില്ല. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ലൂച്ചിനോട് പറഞ്ഞു,
ക്രിസ്മസിന് ഞങ്ങൾ ലൂച്ചിൻ്റെ വീട്ടിൽ പോയിണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിലും പോവാം. പോകുന്ന വഴിക്ക് നമുക്ക് അറിയുന്ന നല്ലൊരു ഡോക്ടറുണ്ട് തൊടുപുഴയിൽ. അപ്പോൾ നമ്മൾ നോബൽ ഡോക്ടറെ അടുത്തൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞും ജോണും അമ്മയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒ പിയിലെത്തി ഹൗസുവിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഹൗസിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്, അതെ, അപ്പോൾ അവനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായിരിക്കും അങ്ങനെ പറയാം, കാരണം അവന് ഭയങ്കര ക്ഷീണിതനായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സാറെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവന് അതായത് ഒരു ഓക്സിജൻ്റെ ലെവൽ ഇപ്പം സാച്ചുറേഷൻ നമുക്ക് 98 to 100 ഒക്കെ ലെവലിലൊക്കെ വേണം എല്ലാവർക്കും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അവനുണ്ടായിരുന്നത് അന്ന് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് 90 ആയിരുന്നു, 90. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ 90-91 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്യാം ഒരു ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇൻഫെക്ഷനും ഉണ്ട്, പിന്നെ അവന്റെ ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, അതെ. അപ്പോൾ അത് ഒരു 30 to 35 അല്ലെങ്കിൽ 40 വരെയൊക്കെ മാക്സിമം ആ ഒരു റേഞ്ചിൽ നിൽക്കേണ്ടത് അവനൊരു 70 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. ഒരു 24 hours കണ്ടിന്യൂസ്, 24 അല്ല മോർ ദാൻ 24 hours കണ്ടിന്യൂസ് നെബുലൈസേഷൻ ചെയ്തു. പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ ഓക്സിജൻ വെച്ചാണ് നെബുലൈസ് ചെയ്യുന്നത്, എന്നാൽ പോലും പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങൾ ഫസ്റ്റിന് നമ്മൾ അവിടെ അഡ്മിഷൻ ആയി. അതെ, 1-ാം തീയതി കേട്ടോ, 1-ാം തീയതിയാണ് അഡ്മിഷൻ ആയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നു. ലൂച്ചനും ജോണും മാത്രം വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവർ തിരിച്ചു വന്നു. എങ്ങനെയുണ്ട് കൊച്ചിന് നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓക്സിജന്റെ ലെവൽ, അതായത് 24 hours കഴിഞ്ഞിട്ട് ഓക്സിജന്റെ ലെവൽ താഴെ പോയി, കുറഞ്ഞു. അതായത് 80 വരെ എത്തി, 81 വരെ എത്തി, 79-80 ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് PICUലേക്ക്, പീഡിയാട്രിക് ICUലേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നെ ഒരു 5 ദിവസം കുഞ്ഞ് ICUലായിരുന്നു. കുട്ടിയും നമ്മളും എല്ലാവരും. അവിടെ PICUല് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരുടെ അടുത്തേക്കും പോകില്ല. അപ്പൊ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ പോയതുകൊണ്ട് തന്നെ ഓക്സിജൻ മൂക്കിൽ കൂടെ വേണം ഇടാൻ. അപ്പോൾ ഓക്സിജന്റെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാനും ഇതൊക്കെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവന് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടു, കയ്യിൽ ക്യാനിലിട്ടിട്ടുണ്ട്, കാലിൽ ക്യാനിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിൽ കൂടെ സെഡേഷൻ പോകുന്നുണ്ട്, കാരണം കുട്ടി ഇതൊക്കെ വലിച്ചു പറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലിട്ടിട്ടുണ്ട്. കാലിൽ കൂടെ ആൻറ്റിബയോട്ടിക്സ് കയറുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ നമ്മളിങ്ങനെ അനക്കാതെ പിടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അമ്മയും ഞാനും മാറിയിട്ടാണ് ICUയിൽ നിന്നിരുന്നത്. രാത്രി ഫുള്ള് ഞാൻ നിൽക്കും. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ 2nd കഴിഞ്ഞു, 3rd കഴിഞ്ഞു, 4th ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി. കാരണം എല്ലാവരും എക്സോസ്റ്റഡ് ആയി, കാരണം ഉറക്കമില്ല. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നൊക്കെ മാറ്റുന്നു, 1-2 ഷോസ് മാറ്റുന്നു, അങ്ങനെ ഷോ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ പറ്റില്ലാത്തൊരു ഷോ ആയിരുന്നു അത്. കാരണം അതിനകത്ത് നേരത്തെ കമ്മിറ്റി മെയിൻ ലീഡായിട്ട് ഞാൻ തന്നെയായിരുന്നു പാടേണ്ടത്. അപ്പൊ അതുകൊണ്ട് അന്ന് ഷോയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ വഴിക്ക് തന്നെ ജോണു വോമിറ്റിങ് തുടങ്ങി. ഓൾറെഡി കുഞ്ഞ് ICUല്, ഞാൻ അവന്റെ കൂടെ ICUലുണ്ട്. ഇവർ രണ്ടുപേരും നമ്മളവിടെ ബൈസ്റ്റാൻഡേഴ്സിന് റൂം എടുത്ത് ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ജോണു ഞായറാഴ്ച രാവിലെ വൊമിറ്റ് ചെയ്തു, ഉച്ചയ്ക്ക് വൊമിറ്റ് ചെയ്തു, വൈകിട്ട് വൊമിറ്റ് ചെയ്തു. അതായത് ഞാൻ പരിപാടിക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവനൊരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് നോക്കിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ കയ്യിലിരുന്നിട്ട് ജസ്റ്റാണ് മിസ്സായത്. ഞാൻ പരിപാടിക്ക് പോകുന്ന ഡ്രസ്സിൻ്റെ അകത്തേക്ക് അവൻ അങ്ങനെ ചെയ്തതാണോ എന്നറിയില്ല, അവൻ പുറത്തേക്ക് ഛർദ്ദിച്ചു. അവിടെ ഫുള്ള് ഛർദിയായി, ആകെ പ്രശ്നമായി. എന്നിട്ട് അവനെ അവിടെ എമർജൻസിയിൽ കൊണ്ടുപോയിട്ട് അവന് ഇഞ്ചക്ഷൻ എടുത്ത് ഡ്രിപ്പ് ഇട്ട് കിടക്കും. അവനെ എമർജൻസി കൊണ്ടുപോയ സമയത്ത് തന്നെ ലൂച്ചിന് ഓൾറെഡി ലേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ലൂച്ചൻ പോക്ക്. അപ്പൊ അമ്മേനെ ഞാൻ ICUല് കുഞ്ഞിന്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞാനും ലൂച്ചന്റെ മമ്മി ഉണ്ടായിരുന്നു, ഞാനും മമ്മിയും ജോണും കൂടെ കാഷ്വാലിറ്റിയിലുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ബ്ലഡിന്റെ റിസൾട്ട് വന്നിട്ടില്ല, ബ്ലഡ് എടുത്ത് റിസൾട്ടിന് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ഇവന് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഒന്നും റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഞാൻ ലൂച്ചിന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു അവനെ ഓക്കെ ആയി, കുഴപ്പമില്ല. കാരണം പ്രോഗ്രാമിന് പോവാണ്, ഒരുപാട് ആളുകൾ പാട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ അവിടെ പോയി ലൂച്ചൻ എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ചല്ല അവരുടെ ഒരു എന്റർടൈൻമെന്റ്. കലാകാരന്മാരുടെ ഒരു പരിധി, പ്രത്യേകിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയുക ലൈഫിൽ എല്ലാവരും ആർട്ടിസ്റ്റുകൾ മിക്കവരും കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് പക്ഷെ അങ്ങനത്തെ അത്രയും ബുദ്ധിമുട്ടുള്ള മൊമെന്റ്സ് ഒക്കെ വളരെ കുറച്ചാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ ആ ഒരു സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നോട് ത്രേസ്യാമ്മ പ്രത്യേകം പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ കുട്ടിയുടെ ഒരു വയ്യായികയെ പറ്റി ആരോടും സംസാരിക്കരുത് ഈ ഒരു പോയിന്റിൽ. കാരണം അത് അവിടെ വന്നിരിക്കുന്ന ആളുകൾ അത് എൻജോയ് ചെയ്യാനും അവർ സന്തോഷിക്കാനും വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ
അവരുടെ ആ ഒരു മൊമെന്റ് നമ്മളായിട്ട് റൂയിൻ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചിലപ്പോൾ അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കും ഒരു സമയത്ത്. അപ്പോൾ അത് നമ്മുടെ വിഷമമായിട്ടിരിക്കട്ടെ, ലിവിച്ചിന് ആ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പം നമ്മൾ ജോക്കർ സിനിമയിലെ മറ്റേ പാട്ട് പോലെ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, ഇതില്ലേ, നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി, ആ പാട്ട് അത് കൃത്യമാണ് പറയുന്നത്. അതായത് നമുക്കൊരു വിഷമമുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ട ഒരു ചില സാഹചര്യങ്ങളിൽ. പക്ഷെ അന്നത്തെ ഒരു ദിവസം വേറൊരു ദൈവാനുഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ ജോണ് സെറ്റിൽ ആയിട്ടുണ്ട് ഏകദേശം. ഛർദിയൊക്കെ മാറി ഏകദേശം. അതെ, ഏകദേശം മാറി, അവന് ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ മൊമെന്റിൽ നമ്മളതൊന്നും മനസ്സിൽ വെക്കാതെ ആ ഒരു കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അന്ന് നല്ല പരിപാടിയായിരുന്നു. അന്നത്തെയും ഒരു പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ വീട്ടിൽ പോയി ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ജോണ് വീണ്ടും പ്രശ്നമായി. ലൂസ് മോഷനും ഉണ്ട്, ഛർദിയും ഉണ്ട്. അപ്പോൾ അത് വീണ്ടും പ്രശ്നമായപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഒന്നുകൂടെ ഫ്ലൂയിഡൊക്കെ ഇട്ട് കിടത്തി. നമ്മൾ ആദ്യം OP-യിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർക്ക് നമ്മളെ പരിചയമുണ്ട്, കാരണം ഡോക്ടറുടെ അണ്ടറിൽ തന്നെയാണ് നമ്മുടെ ചെറുതും. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചു ICU-ന്ന് ഡയറക്റ്റ് ഡിസ്ചാർജ് തരാമോ എന്ന് ചോദിച്ചു. അതെ, കാരണം എനിക്ക് അന്നേരം എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് ത്രേസ്യാമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവള് രാത്രികളിൽ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒരു 4-5 ദിവസമായിട്ട് അവള് ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം രാത്രിയിൽ ഫുൾ അവനെ ടൈപ്പ് ചെയ്ത് നോക്കി എത്ര സമയം ഉറങ്ങാതിരുന്നാലാണ് ആൾക്കാർ മരിച്ചു പോകാന്ന് വരെ നോക്കി അവള്. പിന്നെ ജോണുന് വയ്യ. ഈ 2 കുട്ടി, ഇവൻ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ 8th ഫ്ലോറിലാണ്, PICU 2nd ഫ്ലോറിൽ, ജോണ് കിടക്കുന്നത് ബേസ്മെന്റിൽ. അപ്പോൾ ഇത്രയും ഫ്ലോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിടയ്ക്ക് ലിഫ്റ്റ് കിട്ടാതെ വരും. അങ്ങനെ മൊത്തം ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് നമ്മളെ അനുവദിക്കില്ല. കാരണം കൊച്ച് കരയാന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ കൊച്ചിന്റെ ഡയപ്പറൊക്കെ ചോദിച്ചിട്ടായിരിക്കും വിളിക്കുക. അപ്പൊ നമ്മൾ ഈ 8th ഫ്ലോറിൽ നിന്ന് ഞാൻ ചാടി ഓടി ഇറങ്ങും, ഫസ്റ്റ് ഫ്ലോർ വരെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അതുകൊണ്ട് ഞങ്ങൾ ICU-ന്ന് തന്നെ ഡയറക്റ്റ് ഞങ്ങൾ ചോദിച്ച് മേടിച്ചു ഡിസ്ചാർജ്. കാരണം വേറെ വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. എല്ലാവരും ആഘോഷമായിട്ട് വീട്ടിൽ വന്നു. വീടിന്റെ അകത്ത് കയറിയപ്പോ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തിയല്ലോ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഇതായിരുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ കിടപ്പിലായി. അന്ന് രാത്രിയിൽ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവൻ കൊച്ചുകുട്ടിയായതുകൊണ്ട് അവനായിരിക്കും ആദ്യം അത് റിയാക്ട് ചെയ്യുക, പിന്നീട് വലിയവർക്ക് 1-2 ദിവസത്തിനോട് കാണിക്കാമെന്ന് പറഞ്ഞു. സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് വയ്യ, ഔസുവിന് വയ്യ, ജോണുവിന് വയ്യ. ത്രേസ്യാമയ്ക്ക് വയ്യായികയൊന്നുമില്ല, എന്നാലും ത്രേസ്യാമ ഒരാപതുള്ള പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ആ ദിവസങ്ങളൊക്കെ കടന്നുപോയില്ലേ ത്രേസ്യാമ? ദിവസങ്ങളൊക്കെ കടന്നുപോയി. നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്ത് നമ്മുടെ പരാതികളും ഇതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ എടുത്ത്, അതായത് നല്ല രസമായിട്ട് കുറച്ച് പാട്ടുകളുടെ സാധനങ്ങളൊക്കെ ചെയ്യണം ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ആദ്യത്തെ ഒരു ജാനുവരി ഒരു ഫസ്റ്റ് തൊട്ടൊരു 10 വരെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഫ്രീ ഉള്ള ദിവസം ഭയങ്കര തിരക്കായി പോയി. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇന്നലെ റീസെന്റ് മാധ്യമത്തിന്റെ ഷോയ്ക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിയമസഭാ മന്ദിരത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, ലിബിനെ നീ എന്താ ഡയറ്റാണോ, നീ എന്തിനാ ഡയറ്റ് ചെയ്യണം, നീ എന്താ ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോ, എത്ര കിലോ കുറച്ചു, എങ്ങനെ കുറച്ചു എന്നൊക്കെ ചോദിക്കുക. എനിക്ക് ആക്ച്വലി ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു 4-5 കിലോ ഒക്കെ കുറയുന്നത് ചിലപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങ്, മക്കളും ടയർഡായി. മക്കൾക്ക് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ, അവർക്ക് നമുക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലെ നമുക്ക് എഴുന്നേറ്റ് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോ തന്നെ ഞാൻ ഓർത്തിരുന്നു, എല്ലാവരോടും നമുക്കതൊരു മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മക്കൾക്ക് വയ്യാതെ ആവുമ്പോൾ നമ്മൾ അതിൽ ടയർഡ് ആവാതെ, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ആ സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കായിരുന്നു. ഇത് ഞാൻ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു, മക്കൾ ആശുപത്രിയിലല്ലേന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നതിൻ്റെയാണ് അവരെയും അത് ബാധിച്ചു. കാരണം എനിക്ക് ഹെൽത്തി ആയിട്ട് അവരെ നോക്കാൻ പറ്റാതെയായി. ഞാനിങ്ങനെ വീണു പോയി തുടങ്ങി. ലൂച്ചനാണെങ്കിലും കുറെയൊക്കെ എന്താ പറയാ, ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാതെയും പിന്നെ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാതെയും. അതെ, അപ്പൊ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇനിയും വരും. ചിലപ്പോ ഇതിലും ചെറുത് വരും, വലുത് വരും. ഇതൊക്കെ ലൈഫാണ്. ലൈഫിൽ ഇങ്ങനെ നമ്മൾ മരണം വരെ നമുക്ക് ഇങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളും ഇങ്ങനെയാണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്താ പറയാ, മാറിപ്പോകുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഞാൻ ഈ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്,
ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഇത്രയും ടയർഡ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതൊക്കെ മരുന്ന് കൊടുത്താൽ മാറുന്ന അസുഖങ്ങളാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് മരുന്ന് കൊടുത്താൽ മാറാത്ത അസുഖങ്ങൾ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അവരോടൊക്കെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ തന്നെ കുറെ പേര് ഇത് കേൾക്കുമ്പോൾ ഇത്ര ചെറിയൊരു കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം നിങ്ങൾ ഇതിലും വലിയ സിറ്റുവേഷൻസിൽ കൂടെ പോയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു സിറ്റുവേഷൻ ആവാൻ കാരണം 4 പേര് ഒരുമിച്ച് ടയർഡ് ആവുന്ന ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പൊ നമ്മളത് ഓവർകം ചെയ്തപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറെ മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അത് അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ മക്കളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ഒക്കെ. അതെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സമയം എനിക്ക് തോന്നുന്നത് ഈ 2025 എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുക എന്നുള്ള തുടക്കത്തില്. അതെ, അങ്ങനെ വിശ്വസിക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും, പക്ഷെ ഞങ്ങൾ ന്യൂ ഇയർ വിഷ് ചെയ്ത എല്ലാവർക്കും, ഞങ്ങൾ വിഷ് ചെയ്ത എല്ലാവർക്കും നല്ല വർഷമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും ഞങ്ങളോട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും നല്ലതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ സമയത്ത് എടുത്തു പറയേണ്ട കുറെ പേരുണ്ട് കേട്ടോ. ഇപ്പൊ പപ്പായും മമ്മിയും പപ്പയും അമ്മയൊക്കെ അവരൊരുപാട് അവര് ഞങ്ങളോടൊപ്പം തന്നെ മമ്മിയൊക്കെ എല്ലാ ദിവസവും കുട്ടികൾക്കുള്ള ഭക്ഷണമായിട്ട്, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന് ഓർത്ത് അതാണ് പറ്റിയത്. മമ്മി അതായത് ജോണു ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ള കറികളൊന്നും അവൻ കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് മമ്മി ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നുകൊണ്ടിരുന്നതാണ് മമ്മി എല്ലാ ദിവസവും. അപ്പൊ എന്റെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ടാണ് അതിനകത്തൊരു ഫുഡ് ഇൻഫെക്ഷൻ വരാൻ സാധിക്കുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മമ്മി എടുത്തു പറഞ്ഞതാണ്, നമ്മള് നനഞ്ഞ സ്പൂണോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്പൂണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ വെക്കാതെ നമ്മള് ഉച്ചക്കത്തെ കറി ഒരു കാരണവശാലും വൈകിട്ടത്തേക്ക് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചാറ് കറി ഞാൻ ബൈ മിസ്റ്റേക്ക് ഇവര് കളയാൻ വേണ്ടി അല്ലെങ്കിൽ അത് കേടാകാൻ സാധ്യതയുള്ള സാധനം മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷെ അത് കണ്ടപ്പോൾ ഞാനത് എനിക്കൊന്ന് പണ്ട് തൊട്ടേ വളിച്ചതും പുളിച്ചതും ഒന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഞാൻ അറിയാറുള്ളൂ. അപ്പോൾ ഞാനതെടുത്ത് കുഴച്ച് നന്നായിട്ട് ജോണനും കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പൊ അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചത്. ഇതൊക്കെ നമ്മളിപ്പോ ഓർക്കുമ്പോൾ നമുക്ക് തമാശയാണ്. പക്ഷെ ആ സമയത്ത് ഇപ്പൊ പപ്പായി ആവട്ടെ, എന്റെ പപ്പയ്ക്ക് വരാൻ പറ്റില്ല. പപ്പയ്ക്ക് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞത് പപ്പ വന്നില്ല. അമ്മ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മമ്മി എല്ലാ ദിവസവും, മമ്മിക്ക് അതിലും ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ പോയി വൈകുന്നേരം വരുന്നത് അതിലും ബുദ്ധിമുട്ടായിരുന്നു. പപ്പായ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു നമുക്ക് അതൊക്കെ ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ പേരൻസ് നമുക്കും നമ്മുടെ മക്കൾക്കും വയ്യാതെ ആവുമ്പോൾ അവരെത്ര ടെൻഷൻ അടിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ്. പിന്നെ അവർക്ക് ഒരു പരിധിവരെ നമുക്ക് ഞങ്ങൾക്ക് വയ്യാണ്ടാവുന്ന അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്കറിയാം നമ്മള് പ്രായം ഇതൊക്കെയുള്ള ആൾക്കാരല്ലോ. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പോൾ എല്ലാവരും ഭയങ്കര അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വയ്യൊക്കെ നമ്മൾ മറന്നു പോകും. ഞാനിവിടെ ഫുഡ് ഇൻഫെക്ഷൻ അടിച്ച് ഒരു മൂലയ്ക്ക് കിടക്കുമ്പോഴേ എന്റെ അപ്പൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കണത്, എടാ ജോണൂന് എങ്ങനെ ഉണ്ടെന്നാണ്. ജോണുണ്ട്, എന്റെ കാര്യം അന്വേഷിക്കത്തോലും മക്കളെ പറ്റി. അപ്പൊ അങ്ങനെ എന്തായാലും ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സമയത്തും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഫ്രണ്ട്സ് വിളിച്ച് അന്വേഷിച്ചു. അതെ, ഇത് ഇപ്പൊ നമ്മളെന്താ പറയാ, നമ്മളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കുക. എനിക്ക് നല്ല വണ്ണമൊക്കെ ചൂശിരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജിമ്മിലൊക്കെ പോണതുണ്ട്. ഇനി നമ്മളൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ലിയുച്ചിന് ഇഷ്ടപ്പെട്ടല്ല നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചൊരു കുറച്ച് സെഷൻസ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ റീസെന്റ് മാധ്യമത്തിന്റെ ഷോയ്ക്ക് പോയപ്പോ തന്നെ, അതായത് കുറെ പാട്ടുകൾ നമ്മള് മൺമറഞ്ഞു പോയി എന്ന് നമ്മൾ കരുതുന്ന പാട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും മൺമറഞ്ഞു പോയിട്ടില്ല, അതൊന്നും പോവില്ല. അത് വീണ്ടും അത് നമ്മൾ എന്താ പറയാ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തല്ലേ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് അത് ആളുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മുടെ ഒരു തലമുറയ്ക്ക്. എസ്പെഷ്യലി ഇപ്പൊ ജയചന്ദ്രൻ സാറ് മരിച്ചു. അത് ന്യൂ ഇയറിലെ ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു 2025. അപ്പോൾ പുള്ളി മരിച്ച സമയത്ത് നമ്മൾ പലരും സ്റ്റേറ്റസ് ഇടുമ്പോഴാണ് അയ്യോ ഈ പാട്ട് പല പാട്ടുകൾ ഞങ്ങളൊരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. അപ്പൊ അതിനകത്ത് ചില പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ഈ ആളുടെ ഒരു വിയോഗത്തിന്റെ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഇൻവോൾവ് ആയിട്ട് കേൾക്കുകയും നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പാടാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അത് ജയേന്ദ്രൻ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ആള് പാടുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ മറ്റ് സിംഗേഴ്സൊക്കെ പാടുന്ന സമയത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് മുഖത്തിട്ട് പാടുന്ന ആളുകളാണ് കൂടുതൽ. പക്ഷെ പുള്ളിയുടെ മുഖം എപ്പോഴും വളരെ സീരിയസ് ആയിട്ടായിരിക്കും പാടുന്ന സമയത്ത്. ഇപ്പം മിന്നലഴകേ അതൊക്കെ പുള്ളി പാടുന്ന സമയത്ത് മുഖം വളരെ സീരിയസ് ആയിരിക്കും. പക്ഷെ പുള്ളി എങ്ങനെ പാടിയാലും
അത് ഭയങ്കര ഫീലാണ്. അതാണ് ഈ ആളെ ഭാവഗായകൻ എങ്ങനെ പാടിയാലും ആ ശബ്ദത്തിൽ ഭാവം എന്താണെന്നുള്ളത് ആ ശബ്ദത്തിൽ തന്നെ ഇൻബിൽറ്റ് ആണ്. അപ്പൊ അത്രയും എന്താ പറയാ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തലമുറയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പാട്ടുകളാണ്, പക്ഷെ അവർ നമുക്ക് വേണ്ടി വലിയൊരു എന്താ പറയാ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തിയിട്ടാണ് അവർ പോയേക്കണേ. എന്താണ് അവരുടെ പാട്ടുകൾ, അതുകൊണ്ടാണ് അവരൊരിക്കലും മരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ സമയത്ത് സംഭവിച്ചൊരു നഷ്ടം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളും നല്ല പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട്, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടുകളൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം, ഇപ്പൊ ഞാൻ പാടി കേൾക്കണം നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ ഞങ്ങൾ പാടിത്തരാം. ഓക്കെ. അപ്പൊ നമ്മുടെ പുത്രന്മാര് താഴ്ന്ന് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരാം. അപ്പൊ നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവരും. നല്ലൊരു വർഷമായിരിക്കട്ടെ.